ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീമാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ബാഗ് സ്റ്റിച്ചിങ് തന്നെയാണ്. അപ്പോൾ ഇതും ജീൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ജീൻസ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ജീൻസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് 14 ഇഞ്ച് വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൽ സ്റ്റിച്ച് ആ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അടിയിൽ മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗം, പിന്നെ ഈ സൈഡിൽ ഇത്തിരി കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, അതും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നടുക്കത്തെ സ്റ്റിച്ച് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ 2 പീസ് വേണം, അതുകൊണ്ടാണ് 2 പാൻറ്റിൻ്റെയും അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ആ കട്ടിയുള്ള എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് വീതി കുറഞ്ഞ ഭാഗത്ത് അത്രയും അളവ് തന്നെ ഇപ്പുറത്തേക്കും എടുക്കുകയാണ്. ആ ഒരു സ്റ്റിച്ച് കാണുന്നില്ലേ, അത് സെൻറ്ററായിട്ട് കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കളയരുത്, നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇപ്പോൾ ജീൻസ് കട്ട് ചെയ്ത അതേ അളവിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നേർപകുതിയാക്കി മടക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നേർപകുതിയാക്കി മടക്കി കൊടുക്കുക ആദ്യം ആ പേപ്പർ. അതിന് ശേഷം ഇതിൻ്റെ കോർണറുകൾ ഒന്ന് ചെരിച്ച് കൊടുക്കാം. കോർണറുകളെന്ന് വെച്ചാൽ നമ്മൾ മടക്കി വശത്തല്ല, ബാക്കിയുള്ള 2 വശങ്ങളിൽ കോർണറിലൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് ഇത്തിരി വീതി ഉണ്ട് കേട്ടോ ഈ പേപ്പറിന്. മുകളിൽ വീതി കുറവാണ്. നമ്മുടെ ബാഗിൻ്റെ ഷേപ്പ് അങ്ങനെയാണല്ലോ, മുകളിൽ വീതി കുറവും അടിഭാഗത്ത് വീതി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ പാൻറ്റിൻ്റെ തുണി കട്ട് ചെയ്ത് കിട്ടിയതും എനിക്ക് ആ ഒരു ഷേപ്പിലാണ്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. ഈ കോർണർ മാത്രമേ കട്ട് ചെയ്യേണ്ടി വന്നുള്ളൂ. എന്നിട്ട് ആ ജീൻസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി ഈ പേപ്പർ വെച്ച് അതേ അളവിൽ വരച്ചിട്ട് കോർണറുകൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 കോർണറും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ അളവ് സെയിം ആവാൻ വേണ്ടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് എല്ലാ സൈഡും ഒരുപോലെ വരാൻ വേണ്ടിയാണ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തത്. അതിന് ശേഷം നമ്മൾ വീണ്ടും ജീൻസിൻ്റെ ബാലൻസ് എടുക്കുകയാണ്. അതിൽ ഒരു പാൻറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ആ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ബാഗിൻ്റെ വീതിയുടെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ആ സെൻറ്ററിലെ സ്റ്റിച്ചും അഴിച്ചെടുക്കാൻ ഞാൻ ആദ്യം നോക്കി, അഴിച്ചെടുക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാനത് കട്ട് ചെയ്ത് തന്നെ മാറ്റിയിട്ടാണ്. കട്ട് ചെയ്താണ് മാറ്റുന്നത്. അഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്ത് പെട്ടെന്ന് കഴിയേണ്ടത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് തന്നെ മാറ്റി. എന്നിട്ട് ഇതുപോലൊന്ന് 2 സൈഡും ലെവൽ ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പീസ് നല്ല സ്ക്വയർ പീസായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാഗിൻ്റെ ആ ഒരു പോർഷൻ എടുക്കാണ്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് മറച്ച് വെച്ചിട്ട് ആ കോർണർ അതിൻ്റെ അളവിന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസിൻ്റെ അളവിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാൻ ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ പീസിൽ നിന്നാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഒരു പീസും കൂടി നമുക്ക് കിട്ടിയിരുന്നല്ലോ, അതും ഇതുപോലെ ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കാണ്ട് എന്തോരം വരണ്ടെന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു കർവ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 2 ആക്കി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വെട്ടാണ് ചെയ്യുന്നത്. 2 ഒരുമിച്ചാണ് വെട്ടുന്നത്. അപ്പോൾ 2 സൈഡും ഒപ്പമായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് 2 ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജീൻസിൻ്റെ പോക്കറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബെൽറ്റ് ഇടുന്ന ആ ഒരു സംഭവം 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സിബ് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. സിബ് കട്ട് ചെയ്തെടുത്താൽ പോലെ നമ്മൾ അഴിച്ചെടുക്കണം. അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മളെ സിബ് 13 ഇഞ്ചാണ്. അതൊന്ന് അളന്നെടുത്തിട്ട് 13 ഇഞ്ച് നീളത്തിൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 13 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ. 13 ഇഞ്ച് നീളം എന്ന് വെച്ചാൽ നമ്മളെ ബാഗിന് വെക്കാനുള്ള സിബിൻ്റെ നീളം 13 ഇഞ്ചാണ്. അതുകൊണ്ടാണ് 13 ഇഞ്ച്. 13 ഇഞ്ച് അളന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് ആ ബാഗിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് മധ്യഭാഗമായി കണക്കാക്കിയിട്ടാണ് അളന്നിരിക്കുന്നത് കേട്ടോ. 13 ഇഞ്ചാണ് സിബിൻ്റെ നീളം എന്ന് നമുക്കറിയാം. അപ്പോൾ 13ൻ്റെ പകുതി എടുത്തു, 6.5. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 6.5 ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഇതുപോലെ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി അളന്നെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചുറ്റി അളന്നെടുക്കണം. അപ്പോൾ 29 ഇഞ്ച് നീളത്തിൽ
ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒറ്റ പീസായിട്ട് 29 ഇഞ്ച് നീളത്തിലെങ്കിൽ കിട്ടണില്ല, 2 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 29 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുള്ള പീസാണ് അടിയിലേക്കുള്ള പോർഷനായിട്ട് ഞാൻ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ. പിന്നെ ബാഗിനെ 2 കള്ളിയായിട്ട് തിരിക്കുന്നത് കൊണ്ട് സിബിൻ്റെ നടുക്ക് വെക്കാൻ ഒരു പീസും കൂടി വേണം. അത് 1 ഇഞ്ച് വീതിയിലും 14 ഇഞ്ച് നീളത്തിലുമാണ് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ്, 13 ഇഞ്ച് നമ്മുടെ സിബിൻ്റെ നീളം, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ച് നീളത്തിലും കൂടിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസിൽ നിന്ന് വള്ളിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വള്ളിക്ക് കുറേ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ്റ് ചെയ്ത് അടിച്ചിട്ടാണ് നീളമുള്ള വള്ളിയാക്കിയത് കേട്ടോ. ഒരുപാട് പീസുകളെടുത്ത് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ വള്ളിയാക്കിയിടുന്നത്. അപ്പോൾ വള്ളിക്ക് കട്ട് ചെയ്യുന്ന ഭാഗം ഇതിനകത്ത് കാണിക്കുന്നില്ല, വള്ളി തയ്ക്കുന്ന ഭാഗമൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ ബാഗ് തയ്ക്കുന്ന വീഡിയോയിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തത്. ഈ വീഡിയോ നന്നായിട്ട് സ്പീഡ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ 11 മിനിറ്റ് വരെ എഡിറ്റ് ചെയ്ത് എത്തിച്ചത്. പിന്നെ സ്റ്റിച്ച് ചെയ്യണത് കുറേ ഭാഗങ്ങൾ നമ്മളെ പഴയ വീഡിയോ എടുത്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഇതിൽ ഫുള്ളായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ വരും വീഡിയോ. അത്രത്തോളം വലിയ വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടും പിന്നെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തത്. അപ്പോൾ വള്ളിക്കാണ് ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇവിടെ വള്ളിക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വള്ളിക്ക് കട്ട് ചെയ്യുന്നത് ശരിക്കും കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ വെച്ച് കാണിച്ചു. അപ്പം നമ്മൾ ആ ഫ്രണ്ടിലെ പീസ് ഇതുപോലെ ഞാൻ ലേസ് വെച്ച് 2 പൂവൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല വശത്ത് വേറൊരു പീസിട്ട് ഈ സൈഡ് ഇങ്ങനെ അടിച്ചിട്ട് മറച്ചടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതുമൊരു ബട്ടൺ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ അടിയത്തെ പീസിൽ ഒരു ചെറിയൊരു പീസ് വെച്ച് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ബാഗിൽ ഇതുപോലെ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ഇതുപോലെ ജസ്റ്റ് വെറുതെ ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മറച്ചടിച്ച് വെച്ച് ബട്ടൺസൊക്കെ വെച്ചിരിക്കുന്ന പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇത്തിരി ഒരു 1/2 ഇഞ്ചില്ല 1/4 ഇഞ്ച് ഇതിൽ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ആ ഒരു പോർഷനിൽ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടൺ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ ആ ഒരു കള്ളിമ മാത്രം അറ്റാച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിലേക്ക് പോകരുത്. അങ്ങനെ ആകണമെങ്കിൽ ആ കള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഭാഗം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ബാഗിൻ്റെ ബാക്ക് പാർട്ടിൽ ഇതുപോലെ നമ്മൾ ഒരു പോക്കറ്റ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം. പോക്കറ്റിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, ചുറ്റും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ഭാഗം കണ്ടില്ലേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി പോർഷൻ ബാക്കി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ നൂലിങ്ങനെ അടർത്തി കൊടുക്കേണ്ടത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കള്ളിയും പിന്നെ അവിടെ ഒരു കുക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു ഹുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബെൽറ്റിൻ്റെ ആ ഒരു സംഭവം 5 കട്ട് ചെയ്തെടുത്തത്. ഒരെണ്ണം അതിൽ കൊടുത്തു, ബാക്കി 4 പുറകിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ. എന്നിട്ട് വള്ളിയൊക്കെ ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വള്ളി അറ്റാച്ച് ചെയ്യണത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അതുപോലെ ചെയ്താൽ മതി. ഇതിൽ 4 കുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, അതിൽ 2 കൊടുത്ത് ഉള്ളൂ എന്ന് മാത്രമുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പോക്കറ്റ് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ വെച്ചത് നൂലഴിച്ചെടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കള്ളിയുണ്ട് കേട്ടോ, അതിന് വേണ്ടിയാണ് പാൻറ്റിൻ്റെ സിബ് അഴിച്ചെടുത്തത്. പിന്നെ നമ്മൾ മുകളിൽ ഒരു കുക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ ആ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുമ്പ് ബാഗ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് കാണിച്ചതുപോലെ സെയിം ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടിഭാഗം മാത്രം അടിക്കുന്നില്ല, അത് ലാസ്റ്റാണ് അടിക്കുന്നത്. അതിന് ശേഷം നമ്മളെ ബാക്ക് പോർഷനിൽ സിബും ബാക്ക് പോർഷനും കൂടി അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മധ്യഭാഗം സിബിൻ്റെ മധ്യഭാഗവും നമ്മളുടെ ബാക്ക് പോർഷൻ്റെ മധ്യഭാഗവും വെച്ച് അടിച്ചിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധ്യഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ സിബ് അടിക്കുമ്പോൾ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സെൻറ്റർ തന്നെ മധ്യഭാഗം തന്നെ വെച്ച് അടിക്കണമെന്ന് പറയണത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ടില്ലേ നമ്മൾ, ആ ഒരു ഭാഗത്ത് മാത്രമാണ് സിബ് അടിക്കാൻ പാടുള്ളൂ. അതല്ല ഇത്തിരി എങ്ങാനും ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടിയിലെ പീസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഫ്രണ്ട് പോർഷൻ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ബാക്ക് പോർഷനും അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ കുക്കുകളൊക്കെ പിടിപ്പിച്ചിട്ടില്ലേ, വള്ളി പിടിപ്പിക്കാനൊക്കെ, അതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ ജോയിൻ്റ് ചെയ്ത് പോകണം കേട്ടോ. ആ ഒരു ലെവലിലായിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടെന്ന് വെച്ചാൽ നല്ല ബാഗായിരുന്നു. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ബാഗാണ്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ബാഗിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു കുക്ക് കൊടുത്തിരുന്നില്ലേ, അവിടെ ഞാനൊരു മിനി ബാഗും തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ തുണിയല്ല കേട്ടോ, വേറൊരു തുണി എടുത്താണ് തയ്ച്ചത്. അതെനിക്കൊരു ആഗ്രഹം കൊണ്ട് തയ്ച്ചിട്ടതാണ്. അങ്ങനെ കിടക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ തയ്ച്ചിട്ടതാണ്. പിന്നെ അതും ഒരു കൈക്കൊന്ത ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗൂഗിൾ പേയുടെ QR കോഡ് ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു രസത്തിന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാഗിൻ്റെ സൈഡിൽ ഒരു പോർഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ ഉള്ളിലെ പീസ് ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗിൻ്റെ ഫിനിഷിങ് ലുക്ക് ഇതാണ്. ഇതുപോലെ ഇവിടെ ഒരു കള്ളിയുണ്ട്. അതുകൂടാണ്ട് ഇതുപോലെ ഒരു മിനി ബാഗ് ഉണ്ട്. അതിലും നമുക്ക് ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ് കേട്ടോ. സിബൊക്കെ വെച്ച് നല്ല സെക്യൂറാണ്. പിന്നെ ഇതുപോലൊരു കള്ളി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വേറൊരു കള്ളി ഇവിടെയും ഉണ്ട്. പിന്നെ പുറകിലൊരു പോക്കറ്റും ഉണ്ട്, ഒരു കള്ളിയും ഉണ്ട്. അപ്പോൾ ഇത്രയും കള്ളികളാണ് ഈ ബാഗിനകത്തുള്ളത്. നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും പഴയ ജീൻസൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മോളെന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.